കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ AICC ചെറിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. ഈ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല, നിയമിക്കുക. KPCC പ്രസിഡന്റ്, അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ഭാരവാഹികൾ, പ്രത്യേകിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാർ, ഇവരെയൊക്കെ നിയമിക്കുന്ന കാര്യത്തിൽ തിരഞ്ഞെടുക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പില്ലല്ലോ, അവിടെ അംഗത്വം വിതരണം ചെയ്യാറില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് കമ്മിറ്റി മുതൽ മുകളിലോട്ട് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല. അപ്പോൾ പിന്നെ നിയമനമാണ്, അല്ലെ നിയോഗിക്കല, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യല. ആ കാര്യത്തിൽ പറഞ്ഞല്ലോ കോൺഗ്രസ് ഹൈക്കമാൻഡ്, ഇപ്പം അതിനെ ചിലർ ലോ കമാൻഡ് എന്നൊക്കെ വിളിക്കും, എന്നാലും കോൺഗ്രസ്സുകാർക്ക് ഹൈക്കമാൻഡ് തന്നെയാണ്. അവർ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2-3 പേരുണ്ടായിരുന്നു. ആന്റണി 4 തവണ MP ആയിരുന്ന ആളാണ്. KSU യൂത്ത് കോൺഗ്രസിലൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, DCC പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു നേതാവാണ്. മറ്റൊരാള് സണ്ണി ജോസഫ്, അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രമുഖ നേതാവാണ്. അതിൽ ഒന്നാം തരം ഒരു പാർലമെന്റേറിയനാണ്, നല്ല അഭിഭാഷകനാണ്, സൗമ്യനാണ്, വളരെ മിതഭാഷിയാണ്, നന്നായിട്ട് രാഷ്ട്രീയം പറയും. പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ നന്നായിട്ട് പാർട്ടിയുടെ നിലപാടുകൾ വിവരിക്കും, കൃത്യമായ വിവരണമായിരിക്കും അത്. അത്തരത്തിലുള്ള ഒരു നേതാവ്. മറ്റൊന്ന് റോജി M. ജോൺ, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. NSUIന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് പിന്നീട് കേരളത്തിൽ വന്ന് അങ്കമാലിയിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരു നിയമസഭാ സാമാജികൻ. അദ്ദേഹം നല്ല പാർലമെന്റേറിയൻ തന്നെയാണ്. ഈ 3 പേരുടെ പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളെ ഏതാണ്ട് തീരുമാനിച്ചതാ. ഇപ്പോൾ ഒരു 3 മണിക്ക് വരും, 5 മണിക്ക് വരും, 7 മണിക്ക് വരും. AICC ജനറൽ സെക്രട്ടറി റാഞ്ചിയിൽ നിന്ന് വന്ന ഉടനെ പ്രഖ്യാപിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. നമ്മളതൊക്കെ ശ്രദ്ധിച്ചിരുന്നതാ, എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നറിയുന്നതിന്. ഇത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ തീരുമാനം പറഞ്ഞല്ലോ, അത് നേരത്തെ ഉണ്ടായത്. ആ പ്രഖ്യാപനം ഉണ്ടായിരുന്നതെങ്കിൽ ആന്റണി, അദ്ദേഹമായിരുന്നു അന്നത്തെ ഫ്രണ്ട് റണ്ണർ, ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ആള് ആന്റോ KPCC പ്രസിഡന്റായിട്ട് നിയോഗിക്കപ്പെടുമായിരുന്നു, യാതൊരു സംശയമില്ല. പക്ഷേ ചില സംഭവ വികാസങ്ങൾ ഇതിനിടയിൽ ഉണ്ടായി. അതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിന്നിരുന്ന പരിഗണനയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ 3 പേരേ ഉള്ളൂ ഇപ്പോൾ KPCC പ്രസിഡന്റായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ആളുകൾ. 3 പേര്. അതിൽ 2ാമനായി നിന്നിരുന്ന സണ്ണി ജോസഫ്, പറഞ്ഞല്ലോ നല്ല മിടുക്കനായ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു പാൻ കേരള അപ്പീൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കുറവായിരിക്കും. അതൊക്കെ വെറും 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ എടുക്കുന്നത്. എല്ലാവരും പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കർമ്മരംഗം കണ്ണൂരായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് നിയമസഭയാണ്. അതിനെ 2ാം സ്ഥാനക്കാരനെ സണ്ണി ജോസഫിനെ ഇപ്പോഴേ KPCC പ്രസിഡന്റായിട്ട് നിയോഗിച്ചിരിക്കുക. തെരഞ്ഞെടുത്തു എന്ന് പറയുന്നില്ല, നിയോഗിച്ചിരിക്കുകയാണ്. ഒപ്പം 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുപ്പക്കാരായ 2 പേര്, PC വിഷ്ണുനാഥ്, അതേപോലെ AICC സെക്രട്ടറിയാ, തെലങ്കാനയുടെ ചുമതല. ഇനിയിപ്പോൾ ആ ചുമതല അദ്ദേഹം ഒഴിയും. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, ഇപ്പോഴത്തെ ഒരു പുതിയ താരമാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വലിയ എന്താ പറയുക അംഗീകാരമുള്ള ഒരു നേതാവ്. വടകരയിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അതൊക്കെ വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിച്ച കാര്യങ്ങളാണ്. പിന്നീട് APL കുമാർ പഴയ ഒരാളാണ്, നേരത്തെ മുതൽ തന്നെ പാർട്ടിയുടെ മുൻനിരയിലുള്ളതാണ്. പക്ഷെ അദ്ദേഹം KPCC ഭാരവാഹിത്വത്തിൽ നിന്നും വന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭയിൽ മന്ത്രി എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെയാണ് UDF ഒരു പുതിയ കൺവീനർ വരുന്നു. KPCCക്ക് ഒരു പുതിയ പ്രസിഡന്റ് വരുമ്പോൾ UDF പുതിയ കൺവീനർ MM ഹസൻ എന്ന് പറയുന്ന മുതിർന്ന ആളാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ഇപ്പോ അടൂർ പ്രകാശ് അദ്ദേഹത്തെ വെച്ചിരിക്കുക. അദ്ദേഹത്തെ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച ഒരാളാണ്. കോൺഗ്രസിലെപ്പോഴും ഈ ജാതി സമവാക്യങ്ങളൊക്കെ നോക്കുമല്ലോ, ജാതി സമുദായം ഇതൊക്കെ നോക്കും. ആ കൂട്ടത്തില് ചില പരിഗണനകൾ, ചില അവകാശവാദങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തെയും പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ ആ പരിഗണനകളിലെ പ്രാധാന്യം കിട്ടിയത് മറ്റു ചില ഘടകങ്ങൾക്കാണ്. അങ്ങനെയാണ് അടൂർ പ്രകാശ് ഒഴിവായി പോയത്. അപ്പൊ അദ്ദേഹത്തെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമല്ലോ. നമുക്ക് MM ഹസനെ വേണമെങ്കിൽ ഒഴിവാക്കാം, പഴയ പടക്കുതിരയല്ലേ, മാറി നിൽക്കട്ടെ എന്ന് പറയാം. പക്ഷെ അടൂർ പ്രകാശിന് വലിയ പിന്തുണയുണ്ട്, പലതരത്തിലുള്ള പിന്തുണയുള്ള ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനും വാദിക്കാനും ആളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ UDFന്റെ കൺവീനറായിട്ടും നിയമിച്ചു. അപ്പോൾ അതാണ് ഇതുവരെ കോൺഗ്രസിന്റെ നേതാക്കളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ നടന്ന കാര്യങ്ങൾ. അപ്പൊ ഈ നേതൃമാറ്റം കുറെ കാലമായിട്ട് സംസാരിക്കുക, ചർച്ച ചെയ്യുക. ഓരോരുത്തരുടെ പേരുകൾ വരുന്നു, ഇപ്പോൾ ഉണ്ടാവും, നാളെ ഉണ്ടാവും. സുധാകരനെ മാറ്റുകയില്ല, അദ്ദേഹത്തിന് ആരോഗ്യമില്ല, അല്ലല്ല അദ്ദേഹം നല്ല ആരോഗ്യവാനാണ്, വേണമെങ്കിൽ ആരോടെങ്കിലും ഒരു ഗുസ്തി മത്സരത്തിന് പോലും തയ്യാറാണ് എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ, വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ ഇപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ഇത് സീറോയിൻ ചെയ്യുന്ന,
ഒരാളിലേക്ക് ഈ ചർച്ചകൾ എത്തിയതിനു ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ. പെട്ടെന്ന് ഹൈക്കമാൻഡിന് ഒരു തോന്നലുണ്ടാവുന്നു, ചിലരോടൊക്കെ ഒന്ന് സംസാരിക്കണം. 10-23 പേരോട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 23 പേരെ നിശ്ചയിച്ചതിന്റെ മാനദണ്ഡം നമുക്കറിഞ്ഞുകൂടാ. പഴയ PCC പ്രസിഡന്റുമാരുണ്ടാവും, അതുപോലെ തന്നെ പ്രമുഖരായ നേതാക്കള്, ഒപ്പം തന്നെ ചെറുപ്പക്കാരായ യൂത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും അദ്ദേഹം അഭിപ്രായം ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു അഭിപ്രായ രൂപവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പ്രസിഡന്റായിട്ട് വന്നത് എന്ന് മനസ്സിലാകുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരാളെ തീരുമാനിച്ചത്, തുറന്നു പറയാമല്ലോ, ആന്റണിയെ തീരുമാനിച്ചതാണ്. ഇപ്പൊ ഇനി കോൺഗ്രസിനെ നേതൃത്വം സമ്മതിക്കത്തില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പൊ ഈ കൂടിയാലോചനകൾ വേണ്ട വിധം നടന്നിരുന്നില്ലേ? ഹൈക്കമാൻഡിനെ അങ്ങനെ ധരിപ്പിച്ചതാണോ? എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനാണെന്ന് പറഞ്ഞതാണോ? നമുക്കറിഞ്ഞുകൂടെ. എന്തായാലും രാഹുൽ ഗാന്ധി അവസാന നിമിഷം എടുത്ത ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം സ്വരൂപിക്കുന്നതിന്റെ ഒരു രീതി, അതിൽ നിന്നാണ് ഈ മാറ്റം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴത്തെ നേതൃത്വം എടുത്ത ഒരു നിലപാട്, ആരായിരിക്കാം PCCയെ നയിക്കാൻ നല്ലത് എന്ന മട്ടിൽ ഉണ്ടായ ഒരു സമവായം, അതിനെ തകർക്കാൻ രംഗത്തിറങ്ങിയത് ആരാ? കോൺഗ്രസിലെ തന്നെ വളരെ പ്രമുഖരായ നേതാക്കളാ. ഇവരെ കൊണ്ടൊന്നും ഇപ്പൊ പാർട്ടിക്ക് ഒരു പ്രയോജനം, 5 പൈസയുടെ 4 കാശിന്റെ പ്രയോജനം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ചിലരെ മാറ്റണ്ട, ചിലരെ മാറ്റണം, ചിലർ വന്നാൽ കൊള്ളാം, ചിലർ ഒരു കാരണവശാലും വരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ വന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആ തീരുമാനത്തിനെതിരായിട്ട് വലിയ ശബ്ദകോലാഹലങ്ങളായിരുന്നു. അതിനുവേണ്ട ഇന്ധനം പകർന്നു കൊടുത്തത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡൽഹിക്ക് അയക്കുക മുതലായ ഒത്തിരി കലാപരിപാടികൾ ഇതിനിടയിൽ നടന്നു. അതുപോലെ തന്നെ എന്നും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ എങ്ങനെ കോൺഗ്രസിനെ തകർക്കാം പൊളിക്കാം എന്ന കാര്യത്തിൽ ഗ്രഹപാഠം ചെയ്യുകയും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത ചില സമുദായ പ്രമാണിമാര് അവരങ്ങിറങ്ങി PCC പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ. അവർക്കും കിട്ടി വലിയ സ്വാധീനം, അവരുടെ അഭിപ്രായത്തിനും നിലപാടിനും വലിയൊരു പ്രാധാന്യം ലഭിച്ചു എന്ന് വേണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, ഇന്നലെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന, ചിലരെ ഒഴിവാക്കാനും ചിലരെ കൊണ്ടുവരുവാനും ഒക്കെ വേണ്ടി നടന്നുകൊണ്ടിരുന്ന ഈ നിഴൽ യുദ്ധം, ഈ പോരാട്ടം ആർക്കെതിരെ ആയിരുന്നു എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. പറഞ്ഞല്ലോ, ഇതൊരു മൂടുപടവിട്ട ഒരു യുദ്ധമുറയായിരുന്നു. നേരിട്ടാരും രംഗത്ത് വന്നിട്ടില്ല, പക്ഷെ ചെയ്യാവുന്നതൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. അത് ആർക്കെതിരെ ആയിരുന്നു, ആരുടെ തീരുമാനങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ആരുടെ നിലപാടുകൾക്കെതിരെ ആയിരുന്നു എന്നുള്ളത് അവരെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ല കാര്യമായിരിക്കും. പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. നിങ്ങളിപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണല്ലോ ശ്രമിക്കുന്നത്. പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആവരുത്, അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം, കോൺഗ്രസിന്റെയും UDFന്റെയും. അപ്പം അതിലേക്കുള്ള കരുക്കൾ നീക്കുമ്പോൾ, അതിനുവേണ്ടി നിങ്ങളെ മുന്നണിയെയും പാർട്ടിയെയും സമര സജ്ജമാക്കുമ്പോൾ, ഈ പിന്നാമ്പുറത്തൂടെ വന്ന ഈ നിഴൽയുദ്ധക്കാരെ ഒന്ന് മനസ്സിൽ വെച്ചോണം, ഒന്ന് കരുതിക്കോണം, അത്രേ പറയാറുള്ളൂ. ഈ ദിവസങ്ങളിൽ നടന്ന ചില രാഷ്ട്രീയ കളികൾ, അതിലൊരു KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ നിയമിച്ച ഹൈക്കമാൻഡിന് അദ്ദേഹത്തെ തൊടാൻ പോലും പറ്റില്ല എന്ന രീതിയിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നെ മാറ്റാനാവില്ല, ഞാൻ മാറാൻ പോകുന്നില്ല, എന്നോടാരും മാറണമെന്ന് പറഞ്ഞിട്ടുമില്ല, എന്നെ ആർക്കും മാറ്റാൻ സാധിക്കുകയുമില്ല എന്ന നിലയിലേക്ക് ചില പരസ്യ പ്രസ്താവനകൾ നമ്മൾ കേരളത്തിൽ കണ്ടു. ആ പ്രസിഡന്റ് ആരോഗ്യ നിലവാരത്തെക്കുറിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടായി. അദ്ദേഹം കോൺഗ്രസിനെ നയിക്കാൻ പോരാ, അദ്ദേഹം പല രോഗപീഠകളാൽ വലയുന്ന ഒരാളാണ്, അദ്ദേഹത്തെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ 2 തെരഞ്ഞെടുപ്പുകൾ നേരിടുക, അങ്ങനെയും വാദമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ആരാ ജയിച്ചത്? നമ്മുടെ പഴയ പ്രസിഡന്റ് തന്നെയാണ്, K. സുധാകരൻ തന്നെയാണ്. അദ്ദേഹം ഒരു തവണ എന്നെ മാറ്റിക്കോ, ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ മാറിക്കോളാം, ആര് വന്നാലും ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ ഒരാളാ. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ നിലപാട് മാറുകയാ, ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാ. അദ്ദേഹം മാറി, അത് ശരിയാ. കാരണം എന്നെ മാറ്റാൻ ആർക്കും പറ്റില്ല എന്നൊരു PCC പ്രസിഡന്റ് പറഞ്ഞാൽ, അങ്ങനെ മാറ്റാൻ ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടെങ്കിൽ മാറ്റാതിരുന്നാൽ പിന്നെ ഈ ഹൈക്കമാൻഡിന് എന്ത് വരെയാവുള്ളത്? ലോ കമാൻഡ് പോലുമല്ല, അതിന് താഴോട്ട് അത് പോകേണ്ടി വരും. അതുകൊണ്ട് അവരറിഞ്ഞ് പ്രവർത്തിച്ചു, അദ്ദേഹത്തെ മാറ്റി. പക്ഷെ ജയിച്ചത് അദ്ദേഹം തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയാ. കാരണം അദ്ദേഹം ഇപ്പോ ഒരു PCC പ്രസിഡന്റിനേക്കാൾ കൂടുതൽ പദവിയുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കുക. സ്ഥിരം അംഗമാണ്, സ്ഥിരം ക്ഷണിതാവാ, അല്ലാതെ വല്ലപ്പോഴും ക്ഷണിക്കുന്ന ഒരാളല്ല. വേണേ ക്ഷണിക്കാം, വേണേ വന്നാൽ മതി, അതല്ല, സ്ഥിരം ക്ഷണിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ചെറിയ സംശയം, ചേട്ടാ കേരളത്തിലെ ഈ PCCയെ കൊണ്ടു നടക്കാൻ ആരോഗ്യമില്ല എന്ന് ഒരു വിഭാഗം പറയുന്ന ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു നേതാവ്, അദ്ദേഹത്തിന് ഈ
ആസേതു ഹിമാചലമുള്ള ഈ പാർട്ടിയുടെ നയപരിപാടികൾ തീരുമാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ഒക്കെ കൂടുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ബോഡി, വർക്കിംഗ് കമ്മിറ്റി, പ്രവർത്തക സമിതി, അതിലെങ്ങനെയാണ് ഒരു ഫുൾ ടൈം മെമ്പറായിട്ട് ഇരിക്കാൻ സാധിക്കുക? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലും ചിലരെ തള്ളാനും ചിലരെ കൊള്ളാനും ചിലരെ ഇല്ലാതാക്കാനും വേണ്ടി നടന്ന ശ്രമങ്ങളിലൊക്കെ അവസാനം ജയിച്ചു വന്നതാരാ? നമ്മുടെ പഴയ പ്രസിഡന്റ് കെ സുധാകരൻ. പറഞ്ഞല്ലോ, ഈ ചെറിയൊരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാർട്ടിക്ക് വലിയ പരിക്കൊന്നും കൂടാതെ ഈ ഒരു സന്നിഗ്ധാവസ്ഥയെ തരണം ചെയ്യുന്നതിന് പാർട്ടി ഹൈക്കമാൻഡിന് സാധിച്ചു എന്ന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് നമ്മൾ കണ്ടത്. ഏതായാലും ഒരു പുതിയ PCC പ്രസിഡന്റ് വന്നു. അദ്ദേഹം ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കമാൻഡിന് എന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു മിതഭാഷയാണ്, നല്ല പാർലമെന്റേറിയനാണ്. പിന്നെ പാർട്ടി കാര്യങ്ങളിൽ അദ്ദേഹം കുറച്ചുകൂടെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, ഹോംവർക്ക് ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. DCC പ്രസിഡന്റ് ആയിരുന്നു, നല്ല പ്രസിഡന്റാണ്. കണ്ണൂരിലെ DCC പ്രസിഡന്റായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള ഒരു കാര്യമൊന്നുമല്ല. നല്ല കഠിനാധ്വാനം വേണ്ട, നല്ലപോലെ പണിയെടുക്കേണ്ട ഒരു പദവിയാണ് അവിടെ അദ്ദേഹം നല്ലൊരു സക്സസ്ഫുൾ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് കണ്ണൂരുകാരൊക്കെ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് ശ്രമിച്ചാൽ മതി. അദ്ദേഹത്തിന് ഒരു നല്ല പ്രസിഡന്റായിട്ട് ഉയർന്നു വരാൻ പാർട്ടിയിലെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഹൈക്കമാൻഡിന്റെയും ഇവിടുത്തെ നേതാക്കളുടെയും അദ്ദേഹത്തെ ആക്കാൻ വേണ്ടി ശ്രമിച്ചവരുടെയും ഒക്കെ ഒരു പ്രതീക്ഷകൾക്ക് അനുരൂപമായ രീതിയിൽ അദ്ദേഹത്തിന് വളരാൻ സാധിക്കുന്ന എൻ്റെ ഒരു അനുരൂപമായ രീതിയിൽ വളരാൻ പറ്റുമെന്ന പൊതുവെ ഉള്ളൊരു പ്രതീക്ഷ. പക്ഷെ അദ്ദേഹം ഇന്നലെ നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോവുക, ഐക്യമത്യ മഹാബലം. അതൊക്കെ ഏത് PCC പ്രസിഡന്റും ഏത് പാർട്ടിയുടെ തലപ്പത്ത് ആര് വന്നാലും പറയുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഞാൻ ആർക്കുമെതിരെ അച്ചടങ്കത്തിന്റെ വാള് ഓങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ ഇപ്പൊ അങ്ങനെ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് ചിന്തിച്ചപ്പോഴേ, ഇതുവരെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അച്ചടക്ക നടപടി എന്ന് പറഞ്ഞ വാളോങ്ങി ആളുകളെ മെരുക്കുക, അല്ലെങ്കിൽ ആളുകളെ നിലയ്ക്ക് നിർത്തുക, അല്ലെങ്കിൽ ആളുകളെ ഒപ്പം നിർത്തുക, അങ്ങനെ നിൽക്കാത്തവരെ പുറത്താക്കുക. അതായിരുന്നു ഇപ്പോഴത്തെ ഒരു ലൈന്. അത് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് നന്നായിട്ടത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അച്ചടക്കം അതൊരു വാളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പാർട്ടിയുടെ നിയന്ത്രണം കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ ആകർഷിച്ചത് അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരു കാര്യമായത്. അപ്പൊ പ്രസിഡന്റെ അങ്ങ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങ് ഈ PCC പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ഉടൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ അടുത്ത കാലത്തായിട്ട് അച്ചടക്ക നടപടിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തായവരുടെ ലിസ്റ്റ്, അത് സംബന്ധിച്ച ഫയല്, സ്വാഭാവികമായിട്ട് ഒരു ഫയലൊക്കെ കാണുമല്ലോ. ആർക്കെതിരെ എന്തിന്റെ പേരിൽ എത്ര കാലത്തേക്ക് നടപടിയെടുത്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കെ സുധാകരൻ മത്സരിക്കാൻ പോയപ്പം ഇടക്കാല പ്രസിഡന്റായിട്ട് വന്ന M.M. ഹസൻ ചിലരുടെയൊക്കെ അച്ചടക്ക നടപടികൾ റദ്ദാക്കിയായിരുന്നു. പക്ഷെ പ്രസിഡന്റ് വീണ്ടും അധികാര സ്ഥാനത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അത് വീണ്ടും അവര് പുറത്തായി, പാർട്ടിക്ക് പുറത്തായി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ആ ഫയലൊന്ന് എടുത്തു വെച്ച് നോക്കിയിട്ട്, ഞാൻ എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നല്ല പറയുന്നത്, പാർട്ടിയിൽ നിന്ന് ഒരാളെ പോലും പുറത്തു കളയുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അത്ര ആരോഗ്യകരമായ കാര്യമല്ല. എല്ലാവരെയും കൂടെ നിർത്തുക, പരമാവധി പേരെ. അങ്ങേയറ്റത്തെ അച്ചടക്കം പിന്നെ ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരാൾ പറയാ PCC പ്രസിഡന്റ് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ തൊടാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെ വെറുതെ വിടണ്ട. അവർക്കൊക്കെ എതിരെ എടുത്ത നടപടികൾ അങ്ങനെ തുടരുക തന്നെ ചെയ്യണം. പക്ഷേ വെറുതെ ഒരു വൈരനിര്യാതന ബുദ്ധിയുടെ പേരിൽ ആർക്കെങ്കിലും അങ്ങനത്തെ നടപടികൾ എടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക, അതിന്മേലൊരു തീരുമാനമെടുക്കുക. അങ്ങനെ അങ്ങയുടെ പ്രസിഡന്റ് പദവിക്ക് ഒരു തുടക്കം കുറിക്കുക. അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് തോന്നുന്നു. ഈ പുതിയ നേതൃമാറ്റത്തെ തലമുറ മാറ്റം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒരു പരിധിവരെ അംഗീകരിക്കാം. 2 ചെറുപ്പക്കാര് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് കൊണ്ട് തലമുറ മാറ്റം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഗുണകരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുതിയ PCC പ്രസിഡന്റ് ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അവരിൽ പലരും എന്തെങ്കിലും വർക്ക് ചെയ്തതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. പാർട്ടിക്കാർക്ക് എന്തെങ്കിലും അറിയാമോ എന്തോ വർക്കിംഗ് പ്രസിഡന്റുമാർ നടത്തിയ വർക്ക്.
അവർക്ക് എന്തെങ്കിലും വർക്ക് ഏൽപ്പിച്ചു കൊടുത്തതായിട്ടും ആർക്കും അറിയില്ല. ഏൽപ്പിച്ചു കൊടുക്കാതെ ചാടിക്കറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചുമതല കൊടുത്താൽ അദ്ദേഹം ആ കാര്യം നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാതെ ഒരാൾക്ക് വെറുതെ കയറി ഒരു വർക്കിംഗ് പ്രസിഡന്റിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല, KSUവിന്റെ ചുമതല അങ്ങനെ കയറി ഏറ്റെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പുതിയ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്? അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കുമോ? അതോ വെറുതെ KPCC ഓഫീസില് ഓരോ മുറി ഉണ്ടോ, 2 പേർക്ക് ഒരു മുറിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഇരിക്കാനൊരു മുറി കൊടുക്കുക, സ്ഥലം കൊടുക്കുക എന്നതിനപ്പുറത്ത് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് PCC പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഈ പാർട്ടി പ്രസിഡന്റ് പറയുന്ന പോലെ നടക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ സണ്ണി ജോസഫിന് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ കോൺഗ്രസ് നോക്കുമെന്ന്. ഈ 3 പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. നമ്മൾ നേരത്തെ ആ പേരൊക്കെ പറഞ്ഞു. അതൊക്കെ എങ്ങനെയാ ഉണ്ടായത്? അതൊക്കെ ചില പ്രത്യേക ഘടകങ്ങളുണ്ട്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് എപ്പോഴും അങ്ങനെ എല്ലാ സമുദായക്കാർക്കും, എല്ലാ ചിന്താഗതിക്കാർക്കും, എല്ലാ വിഭാഗക്കാർക്കും അവർക്കൊക്കെ അവരർഹിക്കുന്ന പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. അങ്ങനെയാണ് വേണ്ടത്. ചില പാർട്ടികൾ അങ്ങനെയല്ലെന്നൊക്കെ പറയും. ഇപ്പൊ ഇടതുപക്ഷ കക്ഷികൾ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും പദവികൾ കൊടുക്കുമ്പോഴും ഒക്കെ. പിന്നെ BJP പോലുള്ള പാർട്ടിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവരൊന്നും ഇതിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിൽക്കുന്നവരല്ലല്ലോ. പക്ഷെ കോൺഗ്രസ് ഒക്കെ അങ്ങനെ ചെയ്തേ പറ്റൂ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ നേതൃമാറ്റത്തിൽ അങ്ങനെ ഒരു നീതി പുലർത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് അസ്ഥാനത്താവില്ല. കാരണം ഞാൻ ആരുടെയും പേരൊന്നും പറയാൻ പോകുന്നില്ല. ഇന്നാളിനെ മാറ്റി പകരം ആൾ വന്നില്ലല്ലോ എന്നൊന്നും പറയാൻ പോകുന്നില്ല. ഉണ്ടായിരുന്ന ഒരാളെ മാറ്റിയിട്ട് പകരം വേറൊരാളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അപ്പോഴീ സാമുദായിക സന്തുലിതാവസ്ഥ, വിവിധ താല്പര്യങ്ങളുടെ സന്തുലിതാവസ്ഥ അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. നമ്മുടെ പ്രസിഡന്റ് കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എടുത്തതാ. അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോഴും മറ്റു പദവികൾ വരുമ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രസിഡന്റിന് ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഈ സമയത്ത് സൗകര്യവും സമയവും കിട്ടിയാൽ ഒന്ന് ആലോചിക്കുക. അത് പാർട്ടിക്ക് നല്ലതായിരിക്കും. കുറേ കാലമായിട്ട് കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു അവകാശവാദം കേരളത്തിലെ പാർട്ടിയെ കുറിച്ച് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ്. ഗ്രൂപ്പുകളെല്ലാം ഞങ്ങൾ തുടച്ചു നീക്കി. ഇപ്പൊ ഗ്രൂപ്പില്ല പാർട്ടിയാണ്. സത്യം പറഞ്ഞാൽ പണ്ട് 2 ഗ്രൂപ്പായിരുന്നു, ഇപ്പൊ 4-5 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചില ആളുകൾ ഇൻസൈഡേഴ്സ് പറയുന്നുണ്ട്. അറിഞ്ഞുകൂടാ, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉള്ളിലുള്ളവർ അങ്ങനെയാ പറയുന്നത്. പക്ഷെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ചിന്തിക്കേണ്ട, അല്ലെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രൂപ്പ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരെ ഇല്ലാതാക്കുക എന്നല്ല അർത്ഥം. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ പേരിൽ അവരെയൊക്കെ അങ്ങ് ശിരച്ഛേദം നടത്തുക. അതാണോ ഈ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? ചില ആളുകളുടെ സൗകര്യങ്ങൾക്ക്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ചിലരെ വെട്ടണം. അതിന് ഗ്രൂപ്പ് പറഞ്ഞാൽ മതിയല്ലോ. അവൻ പഴയ ഗ്രൂപ്പാ, അവൻ പഴയ എക്സാ വയ്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറ്റി നിർത്തുന്ന ഒരു കാര്യം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം കൂടെ ഓർത്തതങ്ങ് പറയുകയാണ്. അതായത് ഈ 3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാനത് വീണ്ടും വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഗ്രൂപ്പ് പരിഗണനകൾ ഇല്ലെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ അവസ്ഥയെങ്കിൽ എന്തുകൊണ്ട് പുതിയ PCC പ്രസിഡന്റ് ആരായിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള, ഏതാണ്ട് ഒരു നല്ല ശതമാനം ആളുകൾക്കും സ്വീകാര്യനായിട്ടുള്ള, എല്ലാവർക്കും സ്വീകാര്യനല്ല, ചിലർക്ക് ബദ്ധ ശത്രുവാണ്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ മുതൽ മുകളിലോട്ട് നേതാക്കൾ, സംസ്ഥാന തലത്തിലുള്ളവർ വരെ അവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന സീനിയർ നേതാവിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുക. മറ്റ് പല പരിഗണനകളും അദ്ദേഹത്തിന് യോജിച്ചതായിരുന്നല്ലോ, എന്തുകൊണ്ടുണ്ടായില്ല? അതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. അവരുടെയൊക്കെ ഒരു വികാരം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊരു സ്ഥാപിത താല്പര്യം ഉണ്ടായിട്ടല്ല. അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട. പ്രസിഡന്റേ, ഇനി ചുമതലയൊക്കെ ഏറ്റെടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമല്ലോ. അപ്പോൾ ഈ 1 man 1 post എന്നുള്ള ഒരു വർത്തമാനം പറയരുത് പ്ലീസ്. അത് വേണ്ട. നമ്മൾ നോക്കുന്ന ഉടനെ ഈ കഴിഞ്ഞ ദിവസം വന്നവരല്ല ഒന്നിൽ MP അല്ലേ MLA, പിന്നെത് 1 man 1 post. അപ്പൊ അങ്ങനത്തെ വർത്തമാനങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ പാർട്ടിയിൽ ഇപ്പൊ സംഘടനാതലത്തിൽ അതിനെ നയിക്കാനും പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാനും ആ കൂടെ കുറച്ചുപേരെ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളൂ എന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 1 man 1 post എന്നുള്ള കാര്യം പറയരുത്. ഇനിയിപ്പോൾ നമ്മൾ DCC പ്രസിഡന്റ് വരെ തീരുമാനിക്കും. ഏതാണ്ട് മിക്കവരും മാറിയിട്ട് പുതിയ ആളുകൾ വരുമെന്നാണ് പറയുന്നത്.
പ്രസിഡന്റ് നന്നായിട്ട് പണിയെടുത്തിരുന്ന 2-3 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അവരെയൊക്കെ നിർത്തിയ പാർട്ടിക്ക് കൊള്ളാം കേട്ടോ. അല്ലാതെ എല്ലാവരെയും മാറ്റിക്കളയുന്നൊരു ഒരു 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 ചട്ടം കൊണ്ടുവരാതിരിക്കുന്ന നല്ലത്. നല്ല മിട്ടുമിട്ടക്കന്മാരുണ്ട് 2-3 പേരെങ്കിലും. അവരൊക്കെ ഇവിടെ നിന്ന് പ്രവർത്തിക്കട്ടെ. തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലോ. അതൊക്കെ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ പാർട്ടി എടുക്കേണ്ട തീരുമാനം. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ആരുമല്ലേ. പക്ഷേ ഇനി DCC പ്രസിഡന്റുമാരെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഒരു MLA മതി. ഒരു MLA എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച ആളാണല്ലോ. അപ്പം മിനിമം കഴിവുകളൊക്കെ എടുക്കും. അപ്പം MLA മതി. ഇനി ഏതെങ്കിലും ജില്ലയിൽ കോൺഗ്രസിന് MLA ഇല്ലെങ്കിൽ CPM ഒക്കെ ചെയ്യുന്നത് പോലെ മറ്റു ജില്ലകളിൽ നിന്ന് അത്യാവശ്യം ഒന്ന് കടമെടുത്ത് DCC പ്രസിഡന്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷ, അഭിപ്രായമോ നിർദ്ദേശമോ ഒന്നും ഒരു അപേക്ഷ. ഇപ്പോൾ KPCC ഓഫീസിൽ, അതായത് ഇന്ദിരാഭവനിൽ മാധ്യമപ്രവർത്തകർ കടക്കാൻ പാടില്ല എന്നൊരു ഉത്തരവുണ്ട്. പത്രസമ്മേളനം വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫുൾ ഫിഗർ ചാനലിലൊക്കെ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം, പത്രസമ്മേളനമോ ബൈറ്റ് എടുക്കല് പറഞ്ഞിട്ടില്ല, പത്രസമ്മേളനം ഉണ്ടെങ്കിൽ മാത്രം ഈ യന്ത്രവന്മാരെ അകത്ത് കടത്തിയാൽ മതി എന്ന് ഒരു കൽപ്പന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരു അപേക്ഷയാണേ. പാവത്തുങ്ങൾ കഞ്ഞി കുടിച്ചു നോക്കോട്ടെ ഈ മാധ്യമപ്രവർത്തകർ. അവരെ ഒന്ന് അകത്ത് കടത്താൻ ആദ്യത്തെ ദിവസം തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.